ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ, നമ്മൾ ഒന്നിനും പറ്റാത്തവരായല്ലോ. ഈ പ്രയോഗം മുത്തുനബി തങ്ങൾക്ക് ഇഷ്ടമല്ല. അൽ ഖൈറു ഫിയ്യ വഫീ ഉമ്മത്തി ഇലാ യൗമിൽ ഖിയാമ, ലോകാവസാനം വരെ എന്നിലും എന്റെ ഉമ്മത്തിലുമാണ് നന്മയെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഈ പ്രചരണം ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. രസകരമായ എത്രയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ജർമ്മനിയിൽ മാത്രം ഒരു പുരോഹിതൻ റിട്ടയർമെന്റിന്റെ കാലം, അദ്ദേഹം റിട്ടയർമെന്റിലേക്ക് പ്രവേശിച്ചതിന്റെ കാലം, അദ്ദേഹം തീ കൊളുത്തി മരിക്കാനുണ്ടായ കാരണം ജർമ്മനിയിൽ ഇസ്ലാം പ്രചരിക്കുന്നത് കണ്ടിട്ട് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ എന്താണ് ഒന്നും ചെയ്യാത്തത്, കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണോ എന്ന് പറഞ്ഞ് സ്വയം ആത്മഹത്യ ചെയ്ത, തീ കൊളുത്തി മരിച്ച ഒരു ക്രിസ്തീയ പുരോഹിതനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം മരിക്കാനുണ്ടായ കാരണം തന്റെ വിധവ പറയുന്നത്, എന്റെ ഭർത്താവിന്റെ വിഷമം ജർമ്മനിയിൽ ഇസ്ലാം അടിച്ചു കയറുകയാണ്. മാർട്ടിൻ ലൂതർ കിങ് 6 വർഷം ഭജനമിരുന്ന, മെഡിറ്റേഷൻ നടത്തിയ ഓഗസ്റ്റിൻ ഷ്രൈനിൽ വെച്ചാണ് ഈ റൊണാൾഡ് എന്ന് പറയുന്ന പുരോഹിതൻ ശരീരത്തിലേക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി മരിച്ചത്. കാരണം ഇസ്ലാം ജർമ്മനിയിൽ പ്രചരിക്കുകയാണത്രേ. ഇതുപോലെയുള്ള എത്രയോ സംഭവങ്ങൾ നിരാശരായ ആളുകൾ പ്രകടിപ്പിച്ചാൽ ശരിയും, വലൗ കരിഹൽ കാഫിറൂൻ അലാ റഗ്മി ഉനൂഫിഹിം, ഈ ദീൻ ഉയരുക തന്നെ ചെയ്യും. ഇതിന്റെ കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട 10 കാരണങ്ങൾ അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇസ്ലാം എന്നത് ജീവിത വഴിയാണ്. ഇസ്ലാം എന്നത് ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. സങ്കുചിതമില്ലാത്ത, സങ്കീർണതകളില്ലാത്ത സരളമായ അള്ളാഹുവിന്റെ ശരീഅത്താണ് ഇസ്ലാം. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. നേരത്തെ പറഞ്ഞ കണക്കുകളൊക്കെ എന്തുകൊണ്ട് അവർ ഇസ്ലാമിലേക്ക് വരുന്നു എന്ന കാരണം നമുക്ക് പരിശോധിക്കാം. ഒന്ന്, ഇസ്ലാമിന്റെ സരളതയാണ്. വെറ്ററൻസ് ടുഡേ എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. ഒരുപാട് സൈനികരായ ആളുകൾ കൈകാര്യം ചെയ്യുന്ന, ഇസ്ലാമിന് നേരെ അറ്റാക്ക് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണത്, വെറ്ററൻസ് ഡേ. അവർ തന്നെ ഉദ്ധരിച്ചൊരു സംഭവമുണ്ട്. കെംബ്രൽ സ്ട്രീറ്റിലെ പള്ളിയിൽ ന്യൂയോർക്ക് സിറ്റിയിൽ മുസ്ലിമീങ്ങളായ ആളുകൾ കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരുന്ന ഒരുപാട് അനുഭവം കണ്ടു. അത് മാത്രമല്ല, അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സൈന്യാധിപൻ അഫ്ഗാനിസ്ഥാനിലേക്ക് 2001 യുദ്ധത്തിന് പറഞ്ഞേക്കപ്പെട്ട ആൾ, അത് കഴിഞ്ഞ് 15 മാസം കഴിഞ്ഞ് ഇറാഖ് യുദ്ധത്തിന് പറഞ്ഞേക്കപ്പെട്ട ആൾ, ആ ഒരു പട്ടാളക്കാരൻ ഇസ്ലാമിന്റെ സരളത കണ്ട് മുസ്ലിമായപ്പോഴാണ് വെറ്ററൻസ് ഡേ എന്ന് പറയുന്ന ഈ സംഘം അത്ഭുതപ്പെട്ടു പോയത്. അദ്ദേഹം പറഞ്ഞു, എന്നെ കൊണ്ടുപോയത് ഇസ്ലാമിനോട് യുദ്ധം ചെയ്യാനാണ്, പക്ഷേ ഞാനിപ്പോൾ മുസ്ലിമീങ്ങളിൽ ഒരാളായി മാറി എന്ന് മൈക്ക് എന്ന് പറയുന്ന ആ സൈന്യാധിപൻ തുറന്നു പറയുന്നത് നമ്മൾക്ക് കേൾക്കാൻ കഴിയും. അദ്ദേഹം പറഞ്ഞു, ഇസ്ലാമിനെ ഞാൻ പഠിച്ചു, അത് സരളമാണ്. ഞാൻ ക്രിസ്ത്യാനിയാണ്, ഒരു കാത്തലിക് കുടുംബത്തിൽ ജനിച്ച ആളാണ്, പക്ഷേ ക്രിസ്ത്യാനിസത്തിലെ പലതും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്റെ കുടുംബം, എന്റെ നാട്ടുകാർ എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുമില്ല. അദ്ദേഹം പറഞ്ഞു, എന്റെ നിരപരാധികളായ ഉമ്മയും ബാപ്പയും മുസ്ലിമീങ്ങളാവാതെ മരിച്ചുപോയതിന്റെ കാരണം, അതിന്റെ ആ പാപഭാരം ഞാൻ ആരോട് പറയും? അവർക്ക് ഈ വെളിച്ചം ലഭിച്ചില്ലല്ലോ. സെപ്റ്റംബർ 11 സങ്കടകരമായ ആ സംഭവം നടന്നതിന്റെ ശേഷം ഇസ്ലാം അമേരിക്കയിൽ കുതിച്ചു കയറുകയാണെന്ന് നമ്മളൊക്കെ കേൾക്കാറുണ്ട്. അതിന്റെ വിശദമായ കണക്കുകൾ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ദീൻ ഉയരുകയാണ്. 2005 മാത്രം അവിടെ ഷർമാൻ ജാക്സൺ എന്ന് പറയുന്ന പ്രഗത്ഭനായ എഴുത്തുകാരൻ, അമേരിക്കൻസ് ആൻഡ് ബ്ലാക്ക് ആഫ്രിക്കൻസ് എന്ന് പറയുന്ന, ഇസ്ലാം ആൻഡ് ബ്ലാക്ക് അമേരിക്കൻസ് എന്ന് പറയുന്ന തന്റെ പുസ്തകത്തിൽ മുസ്ലിമീങ്ങളായ ആളുകൾ അമേരിക്കയിൽ ഏറ്റവും വലിയ ഉന്നത സ്ഥാനം കൈയടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അവരുടെ കടന്നുകയറ്റം ആശങ്കാജനകമായി ശത്രുക്കൾക്ക് കാണാൻ കഴിയുന്നു എന്ന് മുസ്ലിമായതിന്റെ ശേഷം ഈ എഴുത്തുകാരൻ തന്റെ പുസ്തകത്തിലൂടെ അർത്ഥശങ്കക്കടമില്ലാത്ത വിധം ആധുനിക ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഷാഡിന്റെ ഒരു പ്രവിശ്യയുടെ ഭരണാധികാരിയായിരുന്ന, ഇപ്പോൾ അലി റമദാൻ എന്ന് പേര് സ്വീകരിച്ച അദ്ദേഹത്തിന്റെ കയ്യാൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് 2 ലക്ഷത്തോളം ആളുകളാണ്, മിനിമം 2 കൊല്ലത്തിനിടക്ക്.
ഇവര് കാരണം പറഞ്ഞത് ഇസ്ലാമിന്റെ സരളതയാണ്, മനസ്സിലാക്കാൻ എളുപ്പമാണ്. ത്രിയേകത്വം പോലെ 3 in 1, അതുപോലെ സങ്കീർണമായ തത്വശാസ്ത്രങ്ങൾ ഇസ്ലാമിലില്ല. ദീൻ അദ്ദീൻ യുസ്റുൻ എന്ന ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലൂടെ മുസ്ലിമീങ്ങളായ ആളുകൾ ഒട്ടേറെയാണ്. മുസ്ലിമാവാൻ മറ്റൊരു കാരണം സ്വന്തം മതങ്ങളിൽ മതവിശ്വാസങ്ങളിൽ കാണുന്ന അപര്യാപ്തതകളോ അപാകതകളോ ആണ് മറ്റൊരു കാരണം. സച്ലാന എന്ന് പറയുന്ന ഒരു ജർമ്മൻ ചെറുപ്പക്കാരി, 24 വയസ്സാണ്. അവര് 13 വയസ്സുള്ള കാലം അസർബൈജാനിൽ നിന്ന് അവരെ ഷിഫ്റ്റ് ചെയ്തതാണ് ജർമ്മനിയിലേക്ക്. അവരുടെ കുടുംബം ഇസ്ലാം വിരോധികളാണ്. ഇസ്ലാം എന്തെന്ന് ചോദിച്ചാൽ, മുഹമ്മദ് നബി തങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല, അവർക്ക് പറഞ്ഞു തരാൻ ആളുകളില്ല. ആ സ്ത്രീ ജർമ്മനിയിലേക്ക് വന്നു, ഒരു തുർക്കി യുവാവുമായി സ്നേഹബന്ധത്തിലായി. പിന്നീട് അവരുമായി ബ്രോക്കപ്പ് ചെയ്തു. ഒരു അൾജീരിയൻ യുവാവിനെ പരിചയപ്പെട്ടു. ആ മുസ്ലിം കുടുംബത്തെ കണ്ടുപിടിച്ചപ്പോഴാണ് ഇസ്ലാമിനെ സംബന്ധിച്ച് അറിയാൻ കഴിഞ്ഞതെന്ന് ഈ ചെറുപ്പക്കാരി പെണ്ണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, എന്റെ ക്രിസ്ത്യാനിസം, ഞാൻ കൊണ്ടു നടക്കുന്ന ക്രിസ്തുമത വിശ്വാസം എനിക്കാരും ഇതുവരെ സരളമായി വിശദീകരിച്ചു തന്നിട്ടില്ല. അവർ പറഞ്ഞു, ഞാൻ വിശുദ്ധ ദീനിന്റെ വെളിച്ചമറിയുന്നത് വിശുദ്ധ ഖുർആനിലെ ഒരായത്തിലൂടെയാണ്. فمن يرد الله أن يهديه يشرح صدره للإسلام ومن يرد أن يضله يجعل صدره ضيقا حرجا كأنما يصعد في السماء. ആ ആയത്തിന്റെ വെളിച്ചം എന്റെ കൽബിലേക്ക് കിട്ടിയ ഈമാനിന്റെ വെളിച്ചമായിരുന്നു. ഞാനത് അറിഞ്ഞത് എന്റെ സ്വന്തം മതം എന്താണ് വിശ്വാസമെന്ന് എനിക്ക് മനസ്സിലാക്കി തരാൻ ഫെയിലായപ്പോഴാണ്. ചില ആളുകൾ മുസ്ലിമാവാൻ ഉണ്ടാവുന്ന കാരണം സ്വന്തം മതവിശ്വാസത്തിലെ അപാകതകളാണ്. മൂന്നാമത്തെ ഒരു കാരണം, മുസ്ലിം ഇസ്ലാമിലേക്ക് ലോക ജനത കടന്നു വരുന്നത് ഈ ദീനിന്റെ ഉള്ളിൽ തന്നെ ഇസ്ലാം തനിയെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു അത്ഭുതമുണ്ട്. അത് എന്ന അള്ളാഹുവിന്റെ വചനം സാക്ഷാത്കരിക്കാനാണ്. അള്ളാഹുവാണ് ഈ ദീൻ ഇറക്കിയത്. നമ്മളാരും പ്രവർത്തിച്ചില്ലെങ്കിലും അള്ളാഹു വേറെ ഒരു സമൂഹത്തെ കൊണ്ടുവന്നുകൊണ്ടെങ്കിലും ഈ ദീനിനെ ഇവിടെ നിലനിർത്തും എന്ന് ആ ആയത്തിന്റെ വിവക്ഷയിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. ഇസ്ലാം താനെ പ്രചരിക്കുകയാണെന്നാണ്. മൈ ജേർണി ടു ആഫ്രിക്ക എന്ന് പറഞ്ഞ് ആഫ്രിക്കയിൽ നടന്ന ഇസ്ലാമിക പ്രവർത്തനത്തെ സംബന്ധിച്ച് പ്രഗത്ഭനായ അബ്ദുറഹ്മാൻ ഹമൂദ് അൽ-ഷമീസ് എന്ന് പറയുന്ന ഇസ്ലാമിക ദാഇയും പ്രബോധകനും, അദ്ദേഹം ഈ തൊട്ടടുത്ത കാലഘട്ടങ്ങളിൽ അദ്ദേഹം അൽ ജസീറ ചാനലിൽ നടത്തിയ അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖമുണ്ട്. അദ്ദേഹം പറയാൻ, ആഫ്രിക്കയിൽ ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്നത് ഞങ്ങളുടെ ദഅവത്തിന്റെ ഫലമായിട്ടല്ല. ഇസ്ലാമിലേക്കൊരടുപ്പം, ഒരു സ്നേഹം അള്ളാഹു മനസ്സിൽ കൊടുക്കുന്ന പോലെ ഞങ്ങൾ അധ്വാനിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ ദീനിലേക്ക് ആളുകൾ ഓടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് 15,000-ഓളം സ്വീഡൻകാരായ 15,000 ആളുകൾ ഓരോ വർഷവും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. അവരുടെ വയസ്സ് 20-നും 40-നും ഇടയിലാണ്. അവിടെ പ്രബോധകർ കുറവാണ്. സ്വീഡൻ ഇപ്പോഴും ഒരു മുസ്ലിം രാജ്യമല്ല, പക്ഷേ ഇസ്ലാമിന് അറിയാനുള്ള ആഗ്രഹം അവരുടെ ഇടയിൽ കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ മൊത്തത്തിൽ 1,20,000-ഓളം മുസ്ലിമീങ്ങൾ സ്വീഡനിൽ അഭിമാനകരമായ അസ്തിത്വത്തോടുകൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സെപ്റ്റംബർ 11 സംഭവം നടന്നതിന്റെ ശേഷം ഇസ്ലാമിലേക്കുള്ള കുത്തൊഴുക്ക് കൂടുതലാണ്. അതുമാത്രമല്ല, സെപ്റ്റംബർ 11 ശേഷം അതുപോലെ ഡെൻമാർക്കിലെ കാരിക്കേച്ചർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കള്ളക്കഥകളുണ്ടാക്കി പെയിന്റിംഗ് നടത്തി നബി അപമാനിക്കാൻ ചെയ്ത ആ പ്രവർത്തനത്തിന് ശേഷം ക്രിസ്തുമസിന് സമ്മാനമായി കൊടുക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സമ്മാനം ഇപ്പോൾ ഡെൻമാർക്കിൽ വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷയാണെന്ന് അവിടുത്തെ കണക്കുകൾ രേഖപ്പെടുത്തുന്നു. ക്രിസ്മസിന്, യേശുക്രിസ്തുവിന്റെ ജന്മദിനം എന്നവർ പറയുന്ന ക്രിസ്തുമസിന് ഏറ്റവും കൂടുതൽ അവർ വിച്ഛരിക്കുന്നത് അല്ലെങ്കിൽ സമ്മാനം കൊടുക്കുന്നത് വിശുദ്ധ ഖുർആനിന്റെ കോപ്പികളാണ്. വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള ഒരു കാരണം, നാലാമത്തെ കാരണം ഇസ്ലാമിനോടുള്ള ഈ അറ്റാക്കാണ്. സെപ്റ്റംബർ 11 ഒരു മുസ്ലിമും അത് തങ്ങളാ ചെയ്തെന്ന് അഭിമാനിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല. ആരും ലോകത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രചരിപ്പിക്കുന്നവരല്ല, പാടുള്ളതുമല്ല. ഇസ്ലാം അതിന് എതിര് തന്നെയുമാണ്. എന്നിട്ട് പോലും ഇസ്ലാമിന്റെ തലയിൽ കെട്ടിവെക്കാൻ എത്രയോ ബോംബാക്രമണങ്ങളും പാവപ്പെട്ട നല്ലവരായ നാട്ടുകാരെ അല്ലെങ്കിൽ സിവിലിയൻസിനെ കൊന്നെടുക്കുകയും ചെയ്ത് ഇസ്ലാമിന്റെ തലയിൽ കെട്ടിവെക്കുന്ന നിഗൂഢമായ പ്രവർത്തനങ്ങൾ
സൈനിസ്റ്റ് സംഘങ്ങൾ ചെയ്താൽ പോലും അതിന്റെയൊക്കെ പരിണിത ഫലം ഇസ്ലാമിലേക്ക് ആളുകൾ ഓടി വരികയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുകയാണ്, ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും. ഇതുപോലെയുള്ള അപകടങ്ങൾ വരുമ്പോൾ അത് നിങ്ങൾക്ക് ഷർറാണെന്ന് വിചാരിക്കരുത്, അത് നിങ്ങൾക്ക് ഖൈറാണ്, അതിൽ നിങ്ങൾക്ക് നന്മയുണ്ട്. കാരണം അമേരിക്കയിൽ അന്ന് സെപ്റ്റംബർ 11 നടന്ന സമയം അമേരിക്കയിൽ കേവലം 2 മാസം കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ 4000 ആളുകളാണെന്നാണ്. 4000 ആളുകൾ ന്യൂയോർക്കിൽ മാത്രം സെപ്റ്റംബർ 11 അറ്റാക്ക് കഴിഞ്ഞതിന്റെ ശേഷം ആരും വിളിക്കാതെ ഇസ്ലാമിലേക്ക് ഓടി വന്നിട്ടുണ്ട്. പൊളിറ്റിക്കൽ ന്യൂസ് പേപ്പറുണ്ട്, ഡെൻമാർക്കിലെ ന്യൂസ് പേപ്പറാണ്. അവർ വരെ കണക്ക് പ്രകാരം 5000-ഓളം മുസ്ലിമീങ്ങളായ 5000-ഓളം ആളുകൾ ആ നിബിധങ്ങളുടെ എന്ന് പറയപ്പെടുന്ന തങ്ങളുടെ പേരിൽ കെട്ടിശ്രമിച്ചുണ്ടാക്കിയ അപമാനിക്കാനുണ്ടാക്കിയ കാർട്ടൂൺ പ്രദർശിപ്പിച്ചതിന്റെ ശേഷം ഏകദേശം 1 വർഷത്തിൽ 5000 എന്ന കണക്കിൽ ഡെൻമാർക്കിൽ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നുണ്ട്. 2007 ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഗ്രന്ഥം ഡെൻമാർക്കിൽ പരിശുദ്ധ ഖുർആനാണ്. ബൈബിളോ മറ്റേത് ഗ്രന്ഥമോ അല്ല. 2007 ഏറ്റവും ലോകത്ത് ചൂടേറിയ ചർച്ചകൾ ഇസ്ലാമിനെതിരെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടു പോയത് വിശുദ്ധ ഖുർആനിന്റെ കോപ്പികളാണ്. യോജൻ ബാക്ക് എന്ന് പറഞ്ഞ് ഡെൻമാർക്കിലെ ഒരു രഹസ്യ സംഘടനയുണ്ട്. അവർ പറയുന്നു, ഡെൻമാർക്കിൽ ഏതൊരു ദിവസം ഒരു TV ചാനൽ അല്ലെങ്കിൽ ഒരു റേഡിയോ സംപ്രേഷണം, അവിടുത്തെ പത്രം, ഇതിൽ ഇസ്ലാമെന്നോ മുസ്ലിമെന്നോ പേര് വരാത്ത ഒരു ദിവസമില്ല എന്ന് അവർ പറയുമ്പോൾ, ആക്രമണങ്ങളും ഇസ്ലാമിനെതിരെയുള്ള അറ്റാക്കുകളും നടക്കുമ്പോൾ ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും, അതിൽ അല്ലാഹു ശർറെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിലും അതിൽ നിങ്ങൾക്ക് നന്മകളുണ്ടെന്ന് വിശുദ്ധ ഖുർആനിന്റെ വാക്യം സാക്ഷ്യപ്പെടുത്തുകയാണ്. അവിടെ ഏറ്റവും കൂടുതൽ ദഅവത്ത് ചെയ്യുന്ന ഡെൻമാർക്കിലെ പ്രബോധകർ അവർ പറഞ്ഞു, 10 വർഷം 100 ദാഇകളെ, പ്രബോധകന്മാരെ ഡെൻമാർക്കിലേക്ക് നമ്മൾ ഇറക്കിയിരുന്നുവെങ്കിൽ ഇത്രയും കൂടുതൽ ആളുകൾ, അതായത് 2005 ആയപ്പോഴേക്കും 5,30,000 ആളുകൾ ഡെൻമാർക്ക് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. നമ്മൾ 100 ആളുകളെ 10 വർഷം ഫീൽഡിലേക്ക് ഇറക്കി പ്രവർത്തനം നടത്തിയാൽ പോലും ഇങ്ങനെ ഒരു പുരോഗതിയോ ഇസ്ലാമിലേക്ക് ഒരു കുത്തൊഴുക്കോ നമുക്കാർക്കും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. കാരണം വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വൻ മിനൽ മുജ്രിമീൻ വകഫാ ബിറബ്ബിക ഹാദിയൻ വനസീറാ. എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു ശത്രുക്കളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ശത്രുക്കളാൽ ഇസ്ലാം ഉയരുകയാണുണ്ടായത്. അതുപോലെ അതിന്റെ പരിണത ഫലങ്ങളോ അനന്തര സംഭവങ്ങൾ മാത്രമാണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ടതും ഇനി നടക്കാൻ പോകുന്നതും. എല്ലാ ആഴ്ചയും കോപ്പൻഹാഗൻ ഡെൻമാർക്കിൽ മുസ്ലിമീങ്ങളായി വരുന്ന, ഓരോ ആഴ്ചയും മുസ്ലിമാവുന്നത് കോപ്പൻഹാഗനിൽ മാത്രം 20 യുവാക്കളാണെന്നാണ്. സ്വീഡനിലെ സ്റ്റോക്ക്ഹോം പള്ളിയിൽ നമ്മുടെ ചില മുസ്ലിമീങ്ങളായ സുഹൃത്തുക്കളൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അവിടെ അഭിമാനകരമായ പ്രവർത്തനങ്ങൾ സ്റ്റോക്ക്ഹോമിൽ നടക്കുന്നുണ്ട്. അവിടെ ചെറുപ്പക്കാരികളുമായ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ എണ്ണം കൂടുതലാണ്. ഇത് തന്നെയാണ് ഫിൻലൻഡിലും ഐസ്ലാൻഡിലും അതുപോലെ തന്നെ സ്വീഡനിലും മറ്റ് പ്രദേശങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ പോക്ക് പോവുകയാണെങ്കിൽ അടുത്ത ഒരു 20 വർഷത്തിനുള്ളിൽ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഇസ്ലാം ഒന്നാമതായി കടന്നു വരാൻ പോകുന്നു. അമേരിക്കയിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ ഡോക്ടർ ജാഫർ ഷെയ്ഖ് ഇദ്രീസ് എന്ന് പറയുന്ന അമേരിക്കയിലെ അമേരിക്കൻ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡന്റായി സേവനം ചെയ്യുന്ന അദ്ദേഹം ഇസ്ലാമിന്റെ അവിടുത്തെ പ്രവർത്തനങ്ങൾ, USA പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അമേരിക്കയിൽ മുസ്ലിമീങ്ങളിൽ 27,000-ഓളം ആളുകൾ അമേരിക്കയിൽ മൊത്തം സെപ്റ്റംബർ 11 സംഭവത്തിന് ശേഷം മുസ്ലിമീങ്ങളായിട്ടുണ്ടെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. ആംസ്റ്റർഡാമിലെ അവിടുത്തെ ഓഫീസുകൾ, നമ്മുടെ ഇസ്ലാമിക കണക്കുകൾ, ഹോളണ്ടിന്റെ വിവിധ പ്രദേശങ്ങളിൽ മുസ്ലിമീങ്ങളായ ആളുകൾ എത്രയാണ് കടന്നു വരുന്നത് എന്ന കണക്കുകൾ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. അത് നിബിധങ്ങളുടെ പേരിൽ കാർട്ടൂൺ പ്രചരിപ്പിക്കപ്പെട്ടതിന്റെ ശേഷവും. ബെൽജിയത്തിൽ ലാലിബർ ബെൽജിക് എന്ന് പറയുന്ന പത്രം, അവര് ബ്രോക്സലിൽ മാത്രമുള്ള ജനങ്ങളിൽ 1/3, അവിടുത്തെ 1/3 ഇൻഷാ അല്ലാഹ് അടുത്ത 20 വർഷത്തിനുള്ളിൽ ഇസ്ലാമിലായിരിക്കും, ബ്രോക്സലിൽ മാത്രമുള്ള ജനസംഖ്യയിൽ. അതുമാത്രമല്ല, മുസ്ലിം മക്കളിൽ മുഹമ്മദ് എന്ന പേരുള്ള കുട്ടികളുടെ എണ്ണം
ബെൽജിയയിൽ കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം കൂടുകയാണെന്ന് റഫീഖിക്ക ഗസറ്റ് എന്ന് പറയുന്ന ഇവിടുത്തെ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. അത് മാത്രമല്ല, ഇത് UK വരുന്ന കണക്കുകൾ വേറെയുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ആ ഒരു നാമം ഇഷ്ടപ്പെടുകയും ജോർജും ജോസഫും ഉള്ളതിനേക്കാളും കൂടുതൽ മുഹമ്മദ് എന്ന പേര് ഇന്ന് ബ്രിട്ടനിൽ കൂടുതലാണ്. ഇസ്ലാമിലേക്ക് ഉണ്ടാകുന്ന കാരണങ്ങളിൽ 5ാമത്തേത് ഇസ്ലാം വിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളുന്ന ശാസ്ത്രീയ സത്യങ്ങളാണ്. പരലോകമോ ഖബറിന്റെ ജീവിതമോ വിശുദ്ധ ഖുർആനിന്റെ ബലാഗത്തോ പറഞ്ഞു കൊടുത്താൽ ഞങ്ങൾക്കിതൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുന്ന യുക്തിക്ക് മാത്രം അടിമപ്പെട്ട ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ഇസ്ലാം പ്രചരിക്കുന്നത് ഇന്ന് ലോക പ്രശസ്തരായ ഖുർആൻ പണ്ഡിതന്മാരുണ്ട്. ഷെയ്ഖ് അബ്ദുൽ മജീദ് അൽ-ജിൻദാനിയെ പോലെയുള്ള, ഡോക്ടർ ജഹലൂൽ അൻ-നജാറിനെ പോലെയുള്ള പ്രഗത്ഭരായ ആളുകൾ അവർ ലോകത്ത് നടത്തുന്ന ഒരുപാട് ക്ലാസുകൾ, ഒരുപാട് ദഅവത്തിന്റെ അതുപോലെ ശാസ്ത്രീയ സത്യങ്ങൾ വിളിച്ചു പറയുന്ന അവരുടെ പ്രഭാഷണങ്ങൾ, അതിലൂടെ ദീനിലേക്ക് കടന്നു വരുന്ന ആളുകൾ ഒരുപാടുണ്ട്. ജഹലൂൽ അൻ-നജാർ നിങ്ങൾ കേട്ടിരിക്കും, ഈജിപ്തുകാരനാണ്. അദ്ദേഹം മാർക്സ്ഫീൽഡ് അക്കാദമി ഡയറക്ടറാണ്. ഇംഗ്ലണ്ടിൽ ജന്മം കൊണ്ട് ഈജിപ്തുകാരനാണ്. പ്രഗത്ഭനായ പണ്ഡിതനാണ്. ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആളാണ്. ദുബൈ ഗവൺമെന്റ് അദ്ദേഹത്തിന് പേഴ്സണാലിറ്റി അവാർഡ് കൊടുത്ത് ആദരിച്ചിട്ടുണ്ടായിരുന്നു. ജഹലൂൽ അൻ-നജാർ അദ്ദേഹം തന്നെ ബ്രിട്ടനിൽ മാത്രം നടത്തിയ ഒരു സമ്മേളനത്തിൽ 37ഓളം സയന്റിസ്റ്റുകൾ ഓൺ ദ സ്പോട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് കലിമ ചൊല്ലി മുസ്ലിമായ ഒരുപാട് സംഭവങ്ങളുണ്ട്. കാരണം 1000 ആയത്തുകൾ ഖുർആൻ ചർച്ച ചെയ്തത് ശാസ്ത്രീയ സത്യങ്ങൾക്ക് വേണ്ടിയാണ്. 1000 ആയത്തുകൾ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് എങ്ങനെയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ഖുർആൻ എഴുതിയതെങ്കിൽ എങ്ങനെ തങ്ങൾക്കത് പറയാൻ കഴിഞ്ഞു എന്ന ചോദ്യം യൂറോപ്യന്മാരിൽ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. 11 വർഷമായി ദീനി ദഅവി രംഗത്ത് പ്രവർത്തിക്കുന്ന ജഹലൂൽ അൻ-നജാർ അദ്ദേഹം കാനഡയിൽ ഫിസിസിസ്റ്റുകൾക്ക് മാത്രമുള്ള ഒരു സമ്മേളനത്തിൽ ചെന്നപ്പോഴാണ് അവിടെ നിന്നാണ് ഈ 37ഓളം സയന്റിസ്റ്റുകൾ ഞങ്ങളാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത സത്യങ്ങൾ പർവ്വതങ്ങളെ സംബന്ധിച്ച് മാത്രം അൽ ജിബാലു ഫിൽ ഖുർആൻ, മൗണ്ടൻസ് ഇൻ ഖുർആൻ എന്നൊരു ടോപ്പിക്കിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണം കഴിഞ്ഞപ്പോഴാണ് 37ഓളം സയന്റിസ്റ്റുകൾ മാത്രം ദീനിലേക്ക് കടന്നു വന്നത്. ഇസ്ലാമിലേക്ക് ഇങ്ങനെ കടന്നു വന്ന ആളുകളിൽ ജപ്പാൻകാരായ വലിയൊരു സംഘം തന്നെയുണ്ട്. ജപ്പാൻകാരായ ആളുകൾ കടന്നു വരാനുണ്ടായ കാരണം ജഹലൂൽ അൻ-നജാർ പറഞ്ഞു, വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ എന്ന സൂറയാണ്. മനുഷ്യ ശരീരത്തിൽ മിസാലുൻജസ് എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിന്റെ വളർച്ചക്കും ബുദ്ധി സ്ഥിരതക്കും ഹാർട്ടിന്റെ പ്രവർത്തനത്തിനും നമ്മുടെ ശരീരത്തിന്റെ മൊത്തം ഫംഗ്ഷനിങ്ങിനും ഉപകാരപ്പെടുന്ന ഒരു സാധനം. അത് ചെറിയ പ്രായം മുതൽ 15 വയസ്സ് മുതൽ 35 വയസ്സ് വരെ നമ്മുടെ ബ്രെയിൻ നമ്മുടെ ശരീരത്തിന് ആവശ്യമായത് കൊടുത്തുകൊണ്ടിരിക്കും. 35 വയസ്സ് കഴിഞ്ഞ് 60 വയസ്സാകുമ്പോഴേക്കും ഈ മിസാലുൻജിസ് എന്ന് പറയുന്ന ആ ഒരു ധാതു നമ്മുടെ ശരീരത്തിൽ ഇല്ലാതെയായിക്കൊണ്ടിരിക്കും. ഇത് എവിടെ നിന്ന് കിട്ടും? ഇത് മനുഷ്യ ജീവിതത്തിന് ആവശ്യമാണ്. വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ മുഖത്ത് കാണാതിരിക്കാൻ, ശരീരത്തിൽ കാണാതിരിക്കാൻ ഈ സാധനം എവിടെ നിന്ന് കിട്ടുമെന്ന് ജപ്പാൻകാർ നടത്തിയ അവരുടെ ഒരു പരിശ്രമം മൃഗങ്ങളിലുണ്ടോ? നന്നേ കുറവ്. സസ്യങ്ങളിലുണ്ട് എന്നവർ പഠിച്ചു. പക്ഷേ സസ്യങ്ങളിൽ 2 സസ്യത്തിൽ മാത്രമേ ഈ മിസാലുൻജിസ് കാണപ്പെട്ടിട്ടുള്ളൂ. അത് അത്തിപ്പഴത്തിലും സൈത്തൂനിലുമാണ്. ഇത് കണ്ടപ്പോഴാണ് ജപ്പാൻകാരായ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ വത്തീനി വസ്സൈതൂൻ, അത്തിപ്പഴത്തെ തന്നെയാണ് സത്യം, ഒലീവിനെ തന്നെയാണ് സത്യം എന്ന് വിശുദ്ധ ഖുർആൻ ഈ 2 മരങ്ങളെ, ഈ 2 പഴങ്ങളെ ഇത്രയും മനോഹരമായി സത്യം ചെയ്തു പറഞ്ഞൊരു അത്ഭുതം കണ്ടപ്പോഴാണ് വിശുദ്ധ ഖുർആനിന്റെ മുറ്റത്തേക്ക് ഒരു സംഘം ജാപ്പാനീസ് സയന്റിസ്റ്റുകൾ കടന്നു വന്നത് എന്ന്. ജഹലൂൽ സത്യം, ഒലീവിനെ തന്നെയാണ് സത്യം എന്ന് വിശുദ്ധ ഖുർആൻ ഈ 2 മരങ്ങളെ, ഈ 2 പഴങ്ങളെ ഇത്രയും മനോഹരമായി സത്യം ചെയ്തു പറഞ്ഞൊരു അത്ഭുതം കണ്ടപ്പോഴാണ് വിശുദ്ധ ഖുർആനിന്റെ മുറ്റത്തേക്ക് ഒരു സംഘം ജാപ്പാനീസ് സയന്റിസ്റ്റുകൾ കടന്നു വന്നത് എന്ന് ജഹലൂൽ അൻ-നജാർ സ്വന്തം അനുഭവം വിവരിക്കവേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിന്റെ മുറ്റത്തേക്ക് ആളുകളെ കൊണ്ടുവരുന്നത് പല രീതിയിലാണ്. ഇന്നത്തെ ഭൗതിക ലോകത്ത് ഇസ്ലാം ഖുർആൻ ചർച്ച ചെയ്യുന്ന അസ്സുന്നത്തുൻ നബവിയ്യ, പരിശുദ്ധ ഹദീസിൽ കാണുന്ന ശാസ്ത്രീയ സത്യങ്ങൾ ഒരുപാടാണ്. ജർമ്മൻ ഡോക്ടറായി ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീ, അവര് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, ലൈംഗികമായ അസുഖങ്ങൾ പരിശോധിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അവരുടെ റിസർച്ചിന്റെ ഭാഗമായി
വേറെ ഒരു നാട്ടിൽ ചെന്ന് പഠനം തുടരാൻ വേണ്ടി നോക്കി അവര് നോർവേയിലേക്ക് പോയി. നോർവേയിൽ ചെന്നപ്പോൾ സ്ഥിതി സ്വന്തം ജർമ്മനിയിൽ നിന്ന് വ്യത്യസ്തമല്ല. അപ്പോഴാണ് ആരോ പറഞ്ഞത്, നിങ്ങൾ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലേക്ക് ഒന്ന് പോയിക്കോളൂ. അങ്ങനെ സൗദി അറേബ്യയിലേക്ക് കടന്നു വന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ക്ലിനിക്കിൽ 3 മാസം ജോലി ചെയ്തു. ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുമായി ഒരു പെണ്ണും അവിടെ വന്നില്ലെന്നാണ്. 7 മാസം കഴിഞ്ഞു. ആ സ്ത്രീ അവിടുന്ന് ജോലി മതിയാക്കി നിരാശയോടുകൂടെ താൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിൽ ഒരു രോഗികൾ പോലും എന്താ ഇവിടെ കിട്ടാത്തത് എന്ന നിരാശയിൽ അവിടുന്ന് രാജ്യം വിടാൻ വേണ്ടി നിൽക്കുമ്പോഴാ തന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ പറഞ്ഞത്, സ്വന്തം ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കുന്നവരാണ് മുസ്ലിമീങ്ങളായ ആളുകൾ. അതുകൊണ്ട് ഇവിടെ അതുപോലെയുള്ള അസുഖങ്ങൾ കാണില്ല എന്ന് പറഞ്ഞു കൊടുത്തപ്പോഴാ ഇങ്ങനെ ചാരിത്രശുദ്ധിയുള്ള ഒരു മതമുണ്ടോ എന്നന്വേഷിച്ച് ആ ജർമ്മൻ സഹോദരിക്ക് ഇസ്ലാമിലേക്ക് കടന്നുവരാൻ വഴിയൊരുങ്ങിയത്. 6ാമത്തെ കാരണം, ഇസ്ലാമിൽ ആളുകൾ കടന്നുവരാനുണ്ടാകുന്ന കാരണം മറ്റ് മതങ്ങൾക്കൊന്നും ഇല്ലാത്ത വിധം ഏറ്റവും വലിയ റോൾ മോഡൽ, മാതൃകാ പുരുഷനായി ഒരാളെ ഈ ഇസ്ലാം അവതരിപ്പിക്കുന്നുണ്ട്. നമ്മളൊക്കെ വി ആർ ഓൾ ലിമിറ്റേറ്റീവ് ബൈ നേച്ചർ എന്ന് പറയും. പ്രകൃതിയ നമുക്ക് ആരെയെങ്കിലും അനുകരിക്കണം എന്ന് ഇഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെ ഒരു നമൂദജ് അൽ-ഉസ്വത്തുൽ ഹസന പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മുത്തുനബി തങ്ങൾ അവിടുത്തെ ചര്യകളിലൂടെ, സുന്നത്തുകളിലൂടെ ഈ ഉമ്മത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ? നബിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവവും അവിടുത്തെ ജീവിത നിർദ്ദേശങ്ങളും അവിടുത്തെ ചര്യകളും അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ നബിതങ്ങൾ സജീവമായി ജീവിച്ചിരിക്കുകയാണ്. ആ ഒരു പോയിന്റിലൂടെ, മുത്തുനബി എന്ന വ്യക്തിത്വത്തിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവരാണ് വേറെ ഒരു വിഭാഗം ആളുകൾ. ലണ്ടനിൽ മാത്രമുള്ള കണക്ക് പ്രകാരം മുഹമ്മദ് എന്ന പേര് അവിടുത്തെ മക്കളിൽ പേര് കൂടിക്കൊണ്ടിരിക്കുകയാണ്. യുകെയിൽ നടന്ന ഒരു സെൻസസിൽ 2006 4255 കുട്ടികൾക്ക് പേരിട്ടത് മുഹമ്മദ് എന്നാണ്. അതേ വർഷം 2006 3386 കുട്ടികളുടെ പേര് ബാപ്പമാരിട്ട് കൊടുത്തത് ജോർജ് എന്നും 3755 കുട്ടികൾക്ക് പേരിട്ടത് ജോസഫ് എന്നുമാണ്. ജോസഫിനെയും ജോർജിനെയും മറികടന്നുകൊണ്ട് ഇതിനേക്കാളും 1000 എണ്ണം ഏറെയായി 4255 കുട്ടികൾക്ക് മാത്രം മുഹമ്മദ് എന്ന പേര് യുകെയിൽ നൽകപ്പെടുന്നത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വ്യക്തിപ്രഭാവത്തിന്റെ തെളിച്ചമാണ്. ബൾഗേറിയൻ ഓറിയന്റലിസ്റ്റ് അദ്ദേഹത്തിന്റെ ഇസ്ലാമിലേക്കുള്ള കഥ പറയുന്നുണ്ട്. ഡോക്ടർ സുഫിയാൻ ചിയോഫാനോവ എന്ന് പറയുന്ന അമേരിക്കൻ ഓറിയന്റലിസ്റ്റുകളുടെ അംഗവും അതുപോലെ തന്നെ യൂറോപ്യൻ ഓറിയന്റലിസ്റ്റുകളിൽ പ്രധാനിയുമായിരുന്ന സോഫിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ഈ ഡോക്ടർ സുഫിയാൻ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണം പറഞ്ഞത്, ഇസ്ലാം ഈസ് എ റിലിജൻ ഓഫ് ഈക്വാലിറ്റി ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യന്റെ അവകാശങ്ങളും ഐക്യവും ഏകത്വവും വിളിച്ചു പറയുന്ന ഒരു മതം ഇസ്ലാം മാത്രമാണ്. Islam establishes the rules of peace and harmony among entire humanity. മനുഷ്യ സമൂഹത്തിൽ ഒന്നാകെ സമാധാനത്തിന്റെ നിയമം നടപ്പിലാക്കുന്നത് ഇസ്ലാമാണ്. which is not available in many other religions of the world. ലോകത്തെ ഒരു മതത്തിലും കണ്ടെത്താൻ കഴിയാത്ത ഈ സവിശേഷമായ ഗുണം, അതുമാത്രമല്ല മുഹമ്മദ് എന്ന അതിന്റെ പ്രബോധകരായ, അതിന്റെ പ്രചാരകരായ അള്ളാഹുവിന്റെ നബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുഹമ്മദ് നബിയെ പോലെയുള്ള ഒരു വ്യക്തിത്വം സമർപ്പിക്കാൻ കഴിയുന്ന മതം ഇസ്ലാമല്ലാതെ വേറെയില്ല എന്ന് വിശുദ്ധ ഖുർആനിനെ 12 കൊല്ലമെടുത്ത് ബൾഗേറിയൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിനുശേഷം മുസ്ലിമായ ആളാണ് ഈ ഡോക്ടർ സുഫിയാൻ. അവർ മുസ്ലിമാവാനുണ്ടായ കാരണം നബിതങ്ങളുടെ വ്യക്തിപ്രഭാവമായിരുന്നു എന്ന് മനസ്സിലാക്കുക. 7ാമത്തെ കാരണം, ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്നത് ഇസ്ലാമിന്റെ സംസ്കാരമാണ്, ജനങ്ങളുടെ സ്വഭാവമാണ്. അദ്ദീനു അൽ മുആമല, അദ്ദീനു അൽ അഖ്ലാഖ്. ഇസ്ലാം എന്നത് നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഉംറയും ഒക്കെയുണ്ട്. എന്നാൽ ഇസ്ലാം തെളിമയാൽ ജീവിക്കുന്നത് മനുഷ്യരുടെ സ്വഭാവത്തിലാണെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫ്രഞ്ച് ഇന്റേണൽ അഫയേഴ്സ് ഇന്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി അവരുടെ കണക്ക് പ്രകാരം ഇസ്ലാമിലേക്ക് 3600ഓളം ഫ്രഞ്ചുകാർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇവർ മുഴുവനും കൃത്യമായും അച്ചടക്കമുള്ള ജീവിതം നയിക്കുന്നവരാണ്. ഫ്രഞ്ചിൽ മദ്യപിച്ചുകൊണ്ട് വീടുകളിൽ, അവിടുത്തെ വീടുകൾക്കുള്ളിൽ വയലൻസ്
റൈറ്റ്സ് നടക്കുമ്പോ മുസ്ലിമീങ്ങളായ കുടുംബങ്ങളിൽ ഇത് കാണപ്പെടുന്നില്ല എന്ന് കണ്ടതിന്റെ പേരിലാണ് ഫ്രാൻസിൽ 3600ഓളം ചെറുപ്പക്കാർ ഓരോ വർഷവും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് കൂടെയുള്ള മുസ്ലിമീങ്ങളുടെ സ്വഭാവം കാണുമ്പോഴാണ്. ഡോക്ടർ ഹൈഫ ജവാദ് എന്ന് പറയുന്ന ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുണ്ട് ബ്രിട്ടനിൽ. അവര് ബ്രിട്ടീഷുകാരികളായ പെൺകുട്ടികളും ആൺകുട്ടികളും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ കാരണം പറഞ്ഞത് ഇസ്ലാം ആണിനും പെണ്ണിനും നൽകുന്ന അവകാശവും അതുമാത്രമല്ല മുസ്ലിമീങ്ങളായ ആളുകൾ കുടുംബത്തിന് നൽകുന്ന പ്രാധാന്യവും ഭാര്യയും ഭർത്താവും അവരങ്ങോട്ടും ഇങ്ങോട്ടും പാലിക്കേണ്ട ബാധ്യതകളും കടപ്പാടുകളും ഇസ്ലാം പറഞ്ഞു കൊടുക്കുന്ന പോലെ ഒരു മതത്തിലുമില്ല എന്ന അതിസവിശേഷമായൊരു കാര്യം കണ്ടുകൊണ്ടാണ് യൂറോപ്പിലെ പെൺകുട്ടികൾ ഇസ്ലാമിലേക്ക് വരുന്നതെന്ന് ഈ ഡോക്ടർ സമ്മതിക്കുകയാണ്. ഒരുപാട് ആളുകൾ റിസർച്ചർ പ്രബോധന പ്രവർത്തനങ്ങളിൽ റിസർച്ച് നടത്തുന്ന ആളുകൾ കൾച്ചറൽ സോഷ്യോളജിയിൽ റിസർച്ച് നടത്തുന്ന ഒരു പെണ്ണാണ് മോണിക്ക റോട്ട്മാഗ് എന്ന് പറയുന്ന ഒരു സഹോദരി. അവര് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്ന ജർമ്മൻകാരായ ആളുകളുടെ കാരണം പറഞ്ഞത് ഒന്നിനോടും വിധേയത്വമില്ലാതെ വിധേയത്വം ചർച്ചാവിനോട് മാത്രം എന്ന് പറയുന്ന ഒരു സംവിധാനം ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിമാകുന്നു എന്നാണ്. ഫ്രഞ്ചുകാരനായ ലൊനാറ്റസ് ആന്റണി അദ്ദേഹം തന്റെ പേര് അബ്ദുൽ ഹക്കീം എന്നാക്കി മാറ്റി ഇസ്ലാമിലേക്ക് കടന്നു വരാനുണ്ടായ തന്റെ കാരണം വിവരിക്കുന്നത് വളരെ വിശദമായി തന്റെ ബയോഗ്രഫിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. അൾജീരിയൻ മുസ്ലിമീങ്ങളുണ്ട് ഫ്രാൻസിൽ ഒരുപാട്. അൾജീരിയക്കാർ മുസ്ലിമീങ്ങളാണ്. അൾജീരിയൻ മുസ്ലിംസ് അവരുടെ കുടുംബത്തിൽ കൊണ്ടു നടക്കുന്ന അതിമനോഹരമായ ജീവിത ചിട്ടയാണ് ഞങ്ങളെ ആകർഷിച്ചത് എന്ന് പറഞ്ഞു. അതിനുമപ്പുറം ജൂതനായൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ പേര് മൈക്കിൾ ക്രോപ്സ്കി എന്നാണ്. അദ്ദേഹം ഇസ്രായേലുകാരനാണ്. അദ്ദേഹത്തിന്റെ ഒറിജിൻ ഒരു യൂറോപ്യൻ രാജ്യത്താണ്. അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് അസർബൈജാനിലേക്ക് തിരിച്ചുപോയി മുസ്ലിമായി തിരിച്ചുവന്ന് ഇന്നിപ്പോൾ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുടെ തൊട്ടടുത്തുള്ള ഫലസ്തീനിലെ അബൂ ഗൗഷ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വീട് വെച്ച് മുസ്ലിമായി താമസിക്കുകയാണ്. സയനിസ്റ്റുകളുടെ നേതാവായിരുന്ന ഈ ചെറുപ്പക്കാരൻ. ഈ മൈക്കിൾ ട്രോട്സ്കി മുസ്ലിമാവാനുണ്ടായ കാരണം പറഞ്ഞത് എന്റെ കാറ് നന്നാക്കാനെന്ന് വീട്ടിലേക്ക് വന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരന്റെ പേര് വലീദ് സലൂം എന്നാണ്. ആ ചെറുപ്പക്കാരൻ കാറ് നന്നാക്കാൻ വന്ന ഒരു മെക്കാനിക്, മുസ്ലിമായൊരു ചെറുപ്പക്കാരൻ. അവന്റെ മതവിശ്വാസത്തിന്റെ ഡെപ്തും ആഴവും അവന്റെ വിശ്വാസത്തിന്റെ കരുത്തും കണ്ടപ്പോഴാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ എനിക്ക് വഴിതെളിഞ്ഞത് എന്ന് മൈക്കിൾ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഫലസ്തീനികളായ ആളുകളെ അവരുടെ വീടുകളിൽ ചെന്ന് വെടിവെച്ചു കൊല്ലണമെന്ന് സ്വന്തം ആളുകളോട് ഉത്തരവ് കൊടുത്തിരുന്ന ആളാണ് ഇയാൾ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് സങ്കടം തോന്നുന്നു, ഇതിനോട് ഞാൻ ഒരുപാട് എതിർപ്പ് കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശങ്ങൾ അങ്ങനെയായിരുന്നു. മുസ്ലിമീങ്ങൾ ശത്രുക്കളാണ്, അവരെ ഇല്ലാതെയാക്കണമെന്ന നിർദ്ദേശം ഞങ്ങളുടെ സൈനിസ്റ്റ് നേതാക്കന്മാർ ഞങ്ങൾക്ക് തന്നു. പക്ഷേ അള്ളാഹു ഈ ദീനിലേക്ക് എനിക്ക് വഴി തന്നു. ഞാൻ എന്റെ സ്വന്തം നാട്ടിൽ അസർബൈജാനിലേക്ക് ചെന്നപ്പോ, മുസ്ലിമാണെന്ന് പറഞ്ഞു ചെന്നപ്പോ അവരെന്നെ ആട്ടിയോടിച്ചു. ഞാൻ ഇസ്രായേലിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ ഞാനിപ്പോൾ ഫലസ്തീനിലാണുള്ളത്. അബൂ ഗൗസിൽ മസ്ജിദുൽ അഖ്സയിൽ ചെന്ന് 5 നേരം നിസ്കരിക്കാൻ കഴിയാൻ ഞാൻ ആ പള്ളിക്ക് തൊട്ടടുത്ത് താമസമാക്കി എന്ന് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത് ഒരു മെക്കാനിക്കിന്റെ സ്വഭാവം കണ്ടിട്ടാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളായ നമ്മൾ ഓരോരുത്തരും നാം ഇസ്ലാം കൊണ്ട് നടക്കുകയാണ്. ഇസ്ലാമിക പ്രബോധനം, ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ദഅവത്ത്, ഇബാദിനെ പോലെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ അതുപോലെ ഇന്റർനാഷണൽ ലെവലിൽ നടക്കുന്ന പ്രബോധന പ്രവർത്തനങ്ങൾ ഇസ്ലാമിലേക്ക് ആളുകൾ വരാനുണ്ടായ 8ാമത്തെ കാരണമാണ്. ഡോക്ടർ അബ്ദുറഹ്മാൻ അസ്സമീസ് അദ്ദേഹം അതുപോലെയുള്ളൊരു പ്രവർത്തനം നടത്തിയ ഒരാളെ എന്റെ വായനയിൽ ഞാൻ കണ്ടിട്ടില്ല. ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ആഫ്രിക്കയിൽ 40 ലക്ഷം ആളുകളാണ് ഇസ്ലാമിലേക്ക് ഈ ഡോക്ടർ അബ്ദുറഹ്മാൻ അസ്സമീസ് അല്ലാഹു അദ്ദേഹത്തിന് ശിഫ കൊടുക്കട്ടെ, രോഗബാധിതനായി കിടക്കുകയാണ്. 4 മില്യൺ ആളുകൾ, 40 ലക്ഷം ആളുകളെ ഇസ്ലാമിലേക്ക് ദഅവത്ത് ചെയ്തുകൊണ്ടുവന്ന ആഫ്രിക്കൻ വൻകരയിൽ പ്രബോധനം ചെയ്ത ഇന്ന് ജീവിച്ചിരിപ്പുള്ള പ്രബോധകനാണ് ഡോക്ടർ അബ്ദുറഹ്മാൻ അസ്സമീസ് ഹഫളഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെപ്പോലെ ലോകത്ത് ഒരുപാട് പ്രബോധന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ദാഇകളുണ്ട്. ദാഇകളുടെ പ്രവർത്തനങ്ങൾ വലിയൊരളവോളം ഇസ്ലാമിലേക്ക് ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന കാര്യം സത്യമാണ്. ഇസ്ലാമിലേക്ക് ചാടുകാരനായ ഡോക്ടർ റമളാൻ അലി നാജിരി എന്നറിയപ്പെടുന്ന ഒരു ഭരണാധികാരി മുസ്ലിമായ കഥ ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കയ്യാലെ 977 കടന്നു വന്ന ആളുകളുടെ എണ്ണം 4722 ആളുകൾ
അദ്ദേഹം മുസ്ലിമായ തൊട്ടടുത്ത മാസങ്ങളിൽ തന്നെ തന്റെ സ്വന്തം കുടുംബമായ സാറാ കൊലായി എന്ന് പറയുന്ന കുടുംബത്തിൽ നിന്ന് 4 പാതിരിമാരടക്കം മിഷണറി പ്രവർത്തകർ പോലും ഈ മനുഷ്യന്റെ ദഅവത്ത് കൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങളെ കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. 9ാമത്തെ കാരണം ഞാൻ ചുരുക്കി പറയുന്നു, സമയ ബന്ധിതമായി നമ്മൾ വിഷയം അവ തീർക്കാനുള്ളത് കൊണ്ട്. 9ാമത്തെ കാരണം ലോകത്ത് ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവരാണ്. TV, സാറ്റലൈറ്റ് സംവിധാനങ്ങൾ, മുസ്ലിം ടെലിവിഷനുകളുണ്ട്. ഖനാത്തുൽ ഹുദ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ചാനലുണ്ട് ഇസ്ലാമിക ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കും അതുപോലെയുള്ള സത്യസന്ധമായ ഇസ്ലാമിക ദഅവീ പ്രവർത്തനങ്ങൾക്ക് മാതൃകാപരമായി നിലകൊള്ളാൻ കഴിയുന്ന നട്ടലുള്ള ചാനലുകൾ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് വേണം എന്ന അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഇന്ന് സ്വന്തം വീടുകളിൽ ഇരുന്ന് ഇസ്ലാം പഠിക്കുന്ന അല്ലെങ്കിൽ ലോകം വീക്ഷിക്കുന്ന കാലഘട്ടമാണ്. നമുക്ക് ആ രീതിയിൽ ഏതെങ്കിലും സാറ്റലൈറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അത് സത്യസന്ധമായും ഇസ്ലാമികമായി കൊണ്ടു നടക്കുകയും വേണം. അനിസ്ലാമികമായ രീതിയിൽ നമുക്കിത് ഇല്ലാതെ ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന ഒഴിവ് കഴിവ് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ദീനിന്റെ ദഅവത്താണ് ലക്ഷ്യമെങ്കിൽ അനിസ്ലാമികമായ ഒന്നും കടന്നു വരാത്ത രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ സാറ്റലൈറ്റ് സംവിധാനങ്ങളും മീഡിയ സംവിധാനങ്ങളും ഇസ്ലാമികമായ രീതിയിൽ കൊണ്ടുവന്നാൽ തീർച്ചയായും ഭൗതികമായ ലാഭം നമുക്ക് കുറഞ്ഞു പോയാലും ആഖിറത്തിലേക്കുള്ള ലാഭം കൂടുതലായിരിക്കും. ആ രീതിയിൽ ലോകത്ത് നടക്കുന്ന 100 കണക്കിന് ചാനലുകളുണ്ട്. മാതൃകാപരമായ പ്രവർത്തനം ചെയ്യുന്നവർ, അതിലൂടെ ദീൻ കണ്ടുപിടിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകൾ ഒരുപാടുണ്ട്. 10ാമത്തെ കാരണം മുസ്ലിമീങ്ങളായ പണ്ഡിതന്മാരും അതുപോലെ തന്നെ അമുസ്ലിമീങ്ങളായ നേതാക്കന്മാരും തമ്മിൽ നടക്കുന്ന ഡിബേറ്റുകളാണ്. ഞാനിത് അവസാനത്തേതെന്ന് പറയാൻ കാരണം ഡിബേറ്റുകളിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ഇസ്ലാമിന്റെ സത്യം മനസ്സിലാക്കി കടന്നു വരുന്നത് പോലെയല്ല ഒരു ഡിബേറ്റിന് തർക്കമാണ്. തർക്കത്തിലൂടെ അങ്ങനെ ഒരു പ്രബോധനം ചെയ്ത മാതൃകാപരമായ പ്രവർത്തനം ചെയ്ത ഒരേ ഒരാളെ നമുക്ക് എടുത്തു തിരിക്കാൻ കഴിയൂ. അത് മർഹൂം ഡോക്ടർ അഹമ്മദ് അദ്ദീദാ ഖാൻ, അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോകം വെളിച്ചമാക്കി കൊടുക്കട്ടെ. ഡോക്ടർ അഹമ്മദ് ദീദാത്ത്, ഷെയ്ഖ് അഹമ്മദ് ദീദാത്ത് അദ്ദേഹം നടത്തിയ ഒരുപാട് പാതിരിമാർക്കെതിരെ നടത്തിയ 6-7 മണിക്കൂർ നീണ്ടുനിന്ന അദ്ദേഹത്തിന്റെ ഡിബേറ്റുകൾ, ക്രിസ്ത്യാനിസവും ജൂദായിസവും ഇസ്ലാം എന്ന കമ്പാരിറ്റീവ് സ്റ്റഡീസ് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ മുസ്ലിമായ ഒരു പാതിരി ഇന്ന് 3 വെബ്സൈറ്റുകൾ നടത്തുന്നുണ്ട്. islamtomorrow.com, islamalways.com, islamyesterday.com. ഈ 3 വെബ്സൈറ്റുകളും കൈകാര്യം ചെയ്യുന്നത് അഹമ്മദ് ദീദാത്തിന്റെ കയ്യാല് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു പാതിരിയാണ്. ഇങ്ങനെ ജപ്പാനിൽ മാത്രം ഷെയ്ഖ് ജർജാവി അലി അഹമ്മദ് അൽ ജർജാവി എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതൻ, അദ്ദേഹം അൽ-അസ്ഹർ ഷരീഫിൽ നിന്ന് പഠിച്ചുപോയ ആളാണ്. അദ്ദേഹം 32 ദിവസം മാത്രം ജപ്പാനിൽ പോയി അവിടുത്തെ പണ്ഡിതരുമായി സംവാദം നടത്തിയിട്ട് 32 ദിവസം മാത്രം ജപ്പാനിൽ നിന്നതിന്റെ പേരിൽ 12,000 ജാപ്പനീസ് പുരോഹിതന്മാരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ ഷെയ്ഖ് ജർജാവിയെ പോലെയുള്ള ആളുകൾ. ഈ സംവാദങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഒരുപിടി ആളുകൾക്ക് വഴിവെച്ചിട്ടുണ്ട് എന്ന കാര്യം സത്യമാണ്. ഇതിലേറൊക്കെ ഏറ്റവും വലുത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നാം മുസ്ലിമായി ജീവിക്കലാണ്. നാം ഇസ്ലാം കൊണ്ട് നടക്കുന്നവരാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കുന്ന പോലെ ഇസ്ലാം വളരെ വിലപിടിപ്പുള്ള ഒരു സാധനമാണ്. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, ഇസ്ലാം എന്നത് വിലപിടിപ്പുള്ള സാധനമാണ്. അതിന്റെ മുറവ്വിജീങ്ങൾ, അതിന്റെ സെയിൽസ്മാൻമാർ ഞാനും നിങ്ങളുമാണ് എന്നതാണ് ഇവിടുത്തെ വിഷയം. എന്നെയും നിങ്ങളെയും കണ്ട് ഇസ്ലാം പഠിക്കാൻ ആളുകൾക്ക് കഴിയുമോ? നമ്മളാണത് വിൽപ്പന ചെയ്യുന്ന ആളുകൾ, നമ്മളാണ് ഇസ്ലാം വിൽക്കുന്ന ആളുകൾ. നമ്മൾ അതിന് യോഗ്യരാണോ എന്ന് ഓരോരുത്തരും സ്വന്തം നഫ്സിനോട് ചോദിക്കുകയും നമ്മൾ ഉസ്വത്തുൻ ഹസന എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പോലെ രീതിയിൽ മാതൃക കാണിക്കാൻ പറ്റുന്നവരായി നമ്മുടെ വാക്കും നമ്മുടെ പ്രവർത്തനവും നമ്മുടെ ജീവിതവും ആക്കി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഈ ദീനിന്റെ വെളിച്ചം ലഭിക്കാനും അങ്ങനെ പരലോകത്ത് അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തിലേക്ക് എത്താനും ഇത് കാരണമാവും. സത്യമറിഞ്ഞാലും ദീനിലേക്ക് കടന്നു വരാത്ത ആളുകൾ കാണും. അവരെ പറ്റിയല്ല നമ്മൾ പറയുന്നത്. സുമ്മുൻ ബുക്മുൻ ഉമ്മിയുൻ ഫഹും ലാ യുബ്സിറൂൻ ഫഹും ലാ യുഅ്മിനൂൻ ഫഹും ലാ യുബ്സിറൂൻ, കാണില്ല, അവർ വിശ്വസിക്കില്ല. ലാ യഅഖിലൂൻ, അവർ ചിന്തിക്കില്ല എന്നൊക്കെ അല്ലാഹു പറഞ്ഞ അന്ധന്മാരും ബധിരന്മാരും മൂകന്മാരുമായ ആളുകൾ കാണും. അവരെ പറ്റിയല്ല നമ്മൾ പറയുന്നത്. സത്യം കണ്ട് അതറിഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് വരാൻ തയ്യാറുള്ള എത്രയോ ആളുകൾ ഞങ്ങളെ ആരും വിളിച്ചില്ലല്ലോ, ഞങ്ങളോട് ആരും ഇത് പറഞ്ഞില്ലല്ലോ എന്ന്
പറയുന്ന ആളുകളുണ്ട്. അവർക്ക് നമ്മളിത് പറഞ്ഞു കൊടുക്കണം. ആ രീതിയിൽ ഇസ്ലാമിക ദഅവത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ഇൻഷാ അല്ലാഹ് ഈ ദീനിന്റെ ഭാവി നമുക്ക് സുരക്ഷിതമാണ്. നമ്മുടെ പരലോകം നമുക്ക് സുരക്ഷിതമാണ്. നമ്മളെയൊക്കെ അവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാൻ യുക്തിവാദത്തിന്റെയും അതുപോലെ ബഹുദൈവവാദത്തിന്റെയും നിരീശ്വരവാദത്തിന്റെയും ആളുകൾ ഒരു ഭാഗത്ത് കടിഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം ദഅവത്ത് ചെയ്യുന്ന 3 വിഭാഗമാണെന്നാണ് ഖുർആൻ പറഞ്ഞത്. ഒന്ന്, മുസ്ലിമീങ്ങളായ ആളുകൾ. നമുക്ക് നമ്മിൽ തന്നെ ദഅവത്ത് വേണം, നമുക്ക് തർബിയത്ത് വേണം. മറ്റൊന്ന്, അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയുന്ന ബഹുദൈവ ആരാധന ചെയ്യുന്ന ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ നൽകുന്ന സന്ദേശമുണ്ട്. അതിശക്തമായ താക്കീത് അള്ളാഹു നൽകുന്നു നിരീശ്വരവാദം ചെയ്യുന്ന ആളുകളിലേക്ക്. നമ്മൾ വാല് പറയാറുണ്ട്, പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ഇതൊക്കെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഏറിയ കൂറും നടത്താറുള്ളത്. ഇസ്ലാം വിശുദ്ധ ഖുർആൻ അഭിസംബോധന ചെയ്യുന്ന 3 വിഭാഗമുണ്ട്. ഒന്ന് മുസ്ലിമീങ്ങൾ, മറ്റൊന്ന് നിരീശ്വരവാദികളായ ആളുകൾ, മറ്റൊന്ന് ബഹുദൈവ വിശ്വാസികൾ. ഈ 3 വിഭാഗത്തെയും ഒരുപോലെ നമുക്ക് അഡ്രസ് ചെയ്യാൻ സാധിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാവുകയും അവരെയൊക്കെ ദീനിലേക്ക് സ്നേഹത്തോടുകൂടെ ക്ഷണിക്കുകയും ചെയ്ത് നമ്മുടെ ഒരു ബാധ്യതയാണ്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു, മൂസാ നബിയെ നിങ്ങൾ പോയി ക്ഷണിക്കൂ, ഫറോവയെ ക്ഷണിക്കൂ, ഒരുപക്ഷെ അവൻ നന്നായേക്കും എന്ന് അള്ളാഹു തആല പറയുമ്പോഴും അള്ളാഹുവിന്റെ അസലിയായ ഇൽമിൽ അള്ളാഹുവിനറിയാം ഫറോവ മുങ്ങി മരിക്കാൻ പോകുന്ന ആളാണ്. അവൻ മുസ്ലിമാകാൻ പോകുന്ന ആളല്ല. അവനെ സംബന്ധിച്ച് അള്ളാഹു പറയും, അതൊക്കെ അറിയുമായിരുന്ന റബ്ബാണ് മൂസാ നബിയെ, വളരെ സോഫ്റ്റ് ആയിട്ട് ഫറോവയോടൊന്ന് സംസാരിക്കൂ എന്ന് പറഞ്ഞ് മൂസാ നബിയെ പറഞ്ഞയച്ചത്. അതിന്റെ കാരണം, നബിയെ നിങ്ങളുടെ ദൗത്യം നിങ്ങൾ നിർവഹിക്കുക. ഫറോവ മുസ്ലിം ആവണോ വേണ്ടയോ എന്ന് അള്ളാഹു തീരുമാനിക്കുന്ന വിഷയമാണ്. നിങ്ങൾ നിങ്ങളുടെ ദൗത്യം ചെയ്യണം. ആ ദൗത്യ നിർവഹണത്തിന് ഏറ്റവും നല്ല രീതിയിൽ സരളമായി സ്നേഹത്തോടുകൂടെ ദീനിലേക്ക് ക്ഷണിക്കാൻ കഴിയണം. വിശുദ്ധ ഖുർആൻ വിവിധങ്ങൾ അവിശ്വാസികളുമായി നടത്തുന്ന ചർച്ചയിലെ അദബുൽ ഹിവാർ എന്ന് പറയുന്ന ഒരു സംഭാഷണത്തിന്റെ മര്യാദയുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നു, തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനകും. ബഹുദൈവ ആരാധകരായ ക്രിസ്ത്യാനികളെ വിളിക്കൂ നബിയെ, അവരോട് ചോദിക്കും, നമുക്കൊക്കെ ലെറ്റ്സ് കം ടു എ കോമൺ പ്ലാറ്റ്ഫോം, നമുക്കെല്ലാവർക്കും ഒരു സുന്ദരമായ ഒരു വീതിയിലേക്ക് കടന്നു വരാം. അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്, നമുക്ക് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാം. വഅല്ലാ നത്തഖിദ ബഅദുനാ ബഅദൻ അർബാബൻ മിൻ ദൂനില്ലാഹ്, നമ്മൾ മനുഷ്യരെ ദൈവങ്ങളായി ആരാധിക്കരുത്. ആ ഒരു സംഭവം ക്ഷണിച്ചതിന്റെ ശേഷം അല്ലാഹു എന്താ പറയുന്നത്? ഫഇൻ തവല്ലൂ, അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ നബിയെ നിങ്ങൾ പറയണം, ഇശ്ഹദു ബിഅന്നാ മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിമീങ്ങളാണെന്ന് നിങ്ങൾ സാക്ഷി പറയണേ എന്ന് മാത്രം പറഞ്ഞാൽ മതി, അവരെ ചീത്ത വിളിക്കണ്ട എന്ന് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വളരെ സരളമായി ദീനിലേക്ക് ക്ഷണിക്കാൻ അള്ളാഹു ആജ്ഞാപിച്ചിരിക്കുകയാണ്. ആ ഒരു അദബുൽ ഹിവാർ നമ്മൾ ഉൾക്കൊള്ളുകയും ദീനിലേക്ക് കടന്നു വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് ദീനി ദഅവി രംഗങ്ങളിൽ ഒരുപാട് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയത്തുൽ ഉലമക്കും നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ പ്രസ്ഥാനങ്ങൾക്കുമൊക്കെ അള്ളാഹു നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശ്രദ്ധിക്കുക, നമ്മുടെ നഗരിയിലേക്ക് ഉസ്താദുമാർക്കും അഭിവന്ദ്യരായ നേതാക്കൾക്കും കടന്നു വരാനുള്ള വഴികളിൽ പ്രവർത്തകർ തമ്പടിച്ചു നിൽക്കുന്നത് സുഗമമായ നടത്തത്തിന് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. മുഴുവൻ ക്യാമ്പംഗങ്ങളും ആ വഴികളിൽ നിന്നൊഴിവായി ക്യാമ്പ് ഹാളിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രദ്ധിക്കുക, KA 05 MD 3603, KL 60D 5566, KL 59D 9598, KL 10AK 3682 എന്നീ വാഹനങ്ങൾ നിർബന്ധമായും ഇപ്പോൾ പാർക്ക് ചെയ്ത സ്ഥലത്തു നിന്ന് മാറ്റി പാർക്ക് ചെയ്യേണ്ടതാണ്. ശ്രദ്ധിക്കുക, ഈ വാഹനങ്ങൾ അടിയന്തരമായി സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്ന് മാറ്റി പാർക്ക് ചെയ്യേണ്ടതാണ്. നമ്മുടെ ആദർശം സെഷനിൽ ഇസ്തിഗാസ എന്ന വിഷയ സംബന്ധിയായി
ഉസ്താദ് അബ്ദുൽ ഗഫൂർ അൻവരി നമ്മെ അഭിമുഖീകരിക്കുന്നു. കൃത്യം 1 മണിക്കൂർ ഉപയോഗപ്പെടുത്തി അഭിസംബോധന ചെയ്യുന്നതിനു വേണ്ടി അഭിമന്യനായ ഉസ്താദ് അവറുകളെ ക്ഷണിക്കുന്നു. ശ്രദ്ധിക്കുക, സമസ്തയും പ്രവാസികളും എന്ന വിഷയ സംബന്ധിയായി ടേബിൾ ടോക്ക് ഇതേ സമയം വേദി 2 നടന്നുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക, സമസ്തയും പ്രവാസികളും എന്ന ടേബിൾ ടോക്ക്